കുറെ നാളായിട്ട് ഞാനിങ്ങനെ സായി ചേട്ടനെ സീക്രട്ട് ഏജന്റ് സായി ചേട്ടനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കായിരുന്നു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. പക്ഷേ ചേട്ടൻ യൂറോപ്പ് ട്രിപ്പൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായതുകൊണ്ട് വരാനായിട്ട് പറ്റിയില്ല. ഇപ്പൊ ഒരു കറക്റ്റ് സമയത്ത് നമ്മളൊരു ന്യൂസ് കേട്ടു, സായി ചേട്ടൻ രേണു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി രേണു ചേച്ചിനെ സഹായിച്ചു എന്നുള്ള ന്യൂസ് കേട്ടു. ഞാൻ സായി ചേട്ടനെ വിളിച്ചു. അപ്പൊ സായി ചേട്ടൻ പറഞ്ഞത് ആ ഒരു വിഷയം വെച്ച് മാർക്കറ്റ് ചെയ്യാൻ ചേട്ടന് താല്പര്യമില്ല, അത് മാർക്കറ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിക്കാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഇന്റർവ്യൂ ഞങ്ങൾ എടുത്തു. സ്റ്റിൽ രേണു ചേച്ചിനെ ഒന്ന് വിളിക്കണം തോന്നി. ബിക്കോസ് എന്തൊക്കെയാണ് സായി ചേട്ടൻ വന്ന വിശേഷങ്ങൾ എന്ന് ചോദിച്ചറിയണം തോന്നി. രേണു ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കാം. ആള് റെസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. എടുക്കുവോ, പറയുവോ, സംസാരിക്കുവോ എന്ന് നോക്കി നോക്കാം. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, എന്തുണ്ട്? ഫുഡ് കഴിക്കുവാണോ? ഗുളി കഴിക്കണം. എന്തുവാ കഴിക്കുന്നേ? ചോറാണോ? കപ്പയാണോ? അമ്മ ഉണ്ടാക്കിയ കപ്പയല്ലേ? ഞാൻ വരുമ്പോഴൊന്നും ഒന്നും ഉണ്ടാക്കൂല. ഇല്ലാത്തപ്പോ കപ്പയും മീൻകറിയും ഒക്കെ. ഇനി വരുമ്പോ ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? തളർച്ചയായിരുന്നു. കീമോ എടുത്ത് ആന്റിബോഡി കുത്തിവെച്ച് അതിന്റെയൊക്കെ തളർച്ച ക്ഷീണമായിട്ട് കിടപ്പായിരുന്നു. ചൂടായിരുന്നു, ശരീരം മുഴുവൻ ചൂടായിരുന്നു. ഓ, ചൂടാണ്. അപ്പൊ നമ്മള് ഇന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു, സായി ചേട്ടൻ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇന്റർവ്യൂവിന് കുറച്ച് മുമ്പ് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടന് മാർക്കറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ചേട്ടൻ ഇന്റർവ്യൂ കഴിഞ്ഞ് ചേട്ടൻ പോയതിനു ശേഷമാണ് ഞാൻ രേണു ചേച്ചിനെ വിളിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു വരുന്നത്. പക്ഷെ സത്യമായിട്ട് എനിക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷം. ഞാൻ ആ എമൗണ്ടിന്റെ കാര്യം ഒന്നും പറയണ്ട, സായി ചേട്ടനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നല്ലൊരു എമൗണ്ട് എനിക്ക് തന്നു. ഞാൻ ഇവിടെ ചൂട് പിടിച്ച് കിടക്കുമായിരുന്നു. സായി വൈഫും സിജോയും വൈഫും കൂടാണ് വന്നത്. എന്നെ കണ്ട് സംസാരിച്ച്. ഞാനിപ്പം കിടപ്പാണ് കിടക്കുന്നത്, എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ. പക്ഷെ അവര് പോയപ്പോ ഞാൻ പുറകെ പോയി ഒരു നല്ലൊരു എമൗണ്ട് വന്നു. ചേച്ചി വേഗം പോയി AC മേടിക്കാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് ഇവരെ അടുത്ത് കൊടുത്തിട്ട് ഇവരോടിപ്പോയി. എന്റെ ചേച്ചി ചേട്ടനും പോയി AC മേടിച്ച് നാളെ ഫിറ്റ് ചെയ്ത് ശരീരത്തിലെ ചൂടൊക്കെ മാറും. സായി അത് വലിയൊരു ഉപകാരമാണ് എനിക്ക് ചെയ്തത്. എന്നെ എന്താ പറയാ, ഞാൻ ആ തുകയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വലിയൊരു തുക തന്നെയാണ്. എന്റെ ലൈഫിൽ എനിക്കത് ഭയങ്കര സന്തോഷമായി. ഒരുപാട് പേര് എന്നെ വന്ന് കണ്ട്. എന്റെ സുഹൃത്ത്, ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല കേട്ടോ, ഒരിക്കലും ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. ഒരു പൈസ ആരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എന്റെ സുഹൃത്തുക്കളും എന്റെ വീട്ടുകാരും എന്നെ ഒരുപാട് സഹായിക്കും. എന്റെ യൂട്യൂബ് ചാനൽ വരെ എനിക്ക് വീഡിയോ എടുത്തു തരാനും ഒക്കെ എന്റെ ആങ്ങളമാരെ സഹായിക്കുന്നു. കരീഷ്മയാണെങ്കിലും എന്റെ സുഹൃത്തുക്കൾ, അപ്പുറത്തെ തിരുമേനി, എല്ലാരും എന്നെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷമിക്കാതിരിക്കുക ചേച്ചി, ഇങ്ങനെ സഹായിക്കാൻ ഒരുപാട് പേരില്ലേ കൂടെ? ദൂരെന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ട് സഹായിച്ചു. എന്റെ ദൈവത്തെ ഞാൻ നന്ദി ഇപ്പോ എപ്പോഴും കരയുവാണ്. എനിക്ക് ശാരീരികമായിട്ട് ഭയങ്കര അസ്വസ്ഥതയാണ്, എഴുന്നേക്കാൻ വയ്യായിരുന്നു. നാട്ടിലൊക്കെ പൊട്ടുക. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ നിർബന്ധിച്ചവരെ എഴുന്നേപ്പിച്ച് എന്തെങ്കിലും കഴിക്കട്ടെ നോക്കി എഴുന്നേപ്പിച്ചതാ. എനിക്ക് സായിയോടും ഫാമിലിയോടും അതുപോലെ എന്നെ സഹായിച്ച എല്ലാവരോടും എനിക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്. കൈകൂപ്പി ഞാൻ അവരുടെ അടുത്ത് വണങ്ങുന്നു. ചേച്ചി സമാധാനമായിട്ടിരുന്ന് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്ക് കേട്ടോ. എല്ലാരും കൂടെ ഉണ്ട്, നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തായാലും ചേച്ചി പറയെ പോലെ തന്നെ ഇങ്ങനെ വരും. അപ്പൊ നന്നായിട്ട് ഫുഡൊക്കെ കഴിക്ക്, നന്നായിട്ട് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുക കേട്ടോ. എല്ലാരും കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഒരു ദിവസം വീട്ടിലേക്ക് വരാം. ഓക്കെ ചേച്ചി.